ഒരു വർഷം നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്തു എല്ലാത്തിനും നമ്മളൊന്നും ഓർക്കുക. ഈ ഒരു വർഷക്കാലം കഴിച്ച ഭക്ഷണത്തിനെ കുറിച്ചൊന്ന് ഓർക്കുക. ഇതെല്ലാം ഒരു ശരീരത്തിലോട്ടാണ് പോയിരിക്കുന്നത്, അതൊന്നും ഓർക്കുക. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ പ്രകൃതിയിലൂടെ ഉണ്ട് ഇല്ലേ? നമ്മൾ മാത്രം എല്ലാം ഓക്കെ ആണാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയും കൂടെ നമ്മളോട് സഹകരിച്ചെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കിയറിയാം, ഈ മാസം പൊതുവെ എല്ലാവർക്കും ഒരു ക്ഷീണമായിരിക്കും. നമ്മളാരും ശ്രദ്ധിച്ചാൽ എല്ലാവരും നല്ല എനർജിയായിട്ട് ഇരിക്കുന്നു. ഒരു ചെറിയ ക്ഷീണം ഉണ്ടാകുന്ന ഒരു മാസം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കല്ലാതെ ഇരിക്കുന്നത് നമ്മൾ ആരോഗ്യം പറഞ്ഞു കഴിയുമ്പോൾ ക്ഷീണം തോന്നുന്നത്, നമുക്കല്ലാതെ നമ്മുടെ ശരീരത്തിന് ഒരു ക്ഷീണം വരും. അതായത് നമ്മുടെ ശരീരത്തിന് ഈ മാസത്തിൽ ദഹിക്കാൻ, അതായത് നിങ്ങളുടെ നമ്മുടെ ആരോഗ്യത്തിൽ പറയുമ്പോൾ ആദ്യം ഒരു മനുഷ്യന് നല്ലതായിട്ട് ഭക്ഷണം കഴിക്കുക, നല്ലതായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. ഈ രണ്ട് കാര്യങ്ങളിൽ പ്രശ്നം വന്നു കഴിയുമ്പോൾ അവർ ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം തുടങ്ങും. അവിടുന്നാണ് തുടങ്ങുന്നത്. അപ്പം ആഹാരത്തിൽ നിന്നാണ് നമുക്ക് പല പ്രശ്നങ്ങളും തുടങ്ങുന്നത്. നമ്മൾ പല ഇത് നോക്കിയാലും നമുക്ക് ശരിക്കും ഒരു ദിവസം ഒരു നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പോലും നമുക്ക് അസ്വസ്ഥത ഉണ്ടാകും. അതുപോലെ ഉറങ്ങിയില്ലെങ്കിൽ അതിൽ വലിയ അസ്വസ്ഥത ഉണ്ടാകും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം നമ്മളൊന്ന് ഓർത്ത് നോക്കുക. നമ്മൾ ഈ ഒരു വർഷക്കാലം നമ്മൾ കഴിച്ച സാധനങ്ങൾ, എന്തൊക്കെ സാധനങ്ങൾ കഴിച്ചു, എല്ലാം നമ്മുടെ ആമാശയാണ് സ്വീകരിച്ചത് ഇല്ലേ? അപ്പൊ അവർക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ ഈ ഒരു സമയത്ത്? ഇല്ല. നമ്മൾ എന്നും ഇങ്ങനെ കഴിക്കുന്നു, ചിക്കൻ കഴിക്കുന്നു, ബീഫ് കഴിക്കുന്നു, എല്ലാ സാധനങ്ങളും നമ്മൾ കഴിക്കുന്നു. അതിനനുസരിച്ച് നമ്മൾ വേറെ ഈ ശരീരത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് അറിഞ്ഞ ഒരു മാസം വേണമെങ്കിൽ പറയാം, കർക്കിടക മാസമാണ്. അപ്പം നമ്മൾ മലയാളികളാണ് ശരിക്കും കൂടുതലായിട്ട് ചെയ്യുന്നത്. എങ്കിൽ പോലും അതിൽ പ്രകൃതി നമുക്കൊരു അനുഗ്രഹം നൽകുന്നു പറഞ്ഞാൽ നമുക്ക് ഒരു ഋതു എന്ന് പറയും. 3 മാസം കൂടുമ്പോഴാണ് ഒരു ഋതു ഉണ്ടാകുന്നത്. നമുക്ക് നോക്കി അറിയാമ്പോൾ നല്ല വെയിലായി, അത് കഴിഞ്ഞ് മാറുമ്പോൾ മഴയാകും, പിന്നെ ഒരു മഞ്ഞാകും. ഇങ്ങനെയൊക്കെ വരുന്ന ഒരു 3 മാസക്കാലമാണ് വരുന്നത്. അപ്പോൾ ഈ ഋതുസന്ധി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കർക്കിടക മാസം കൊണ്ട് ഒരു ഋതു തീരുവാണ്. അപ്പോൾ ചിങ്ങത്തിലോട്ട് വരുമ്പോഴത്തേന് വെയിലായി, നമ്മുടെ ചെടികളെല്ലാം പൂക്കാൻ തുടങ്ങും. മൊത്തത്തിൽ നമുക്ക് ഓണത്തിന്റെ ഒരു ഫീല് വരും ആ അടുത്ത ഒരു മാസത്തിൽ. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കുക. ഈ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട്, അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മെന്റലി ഉള്ള കാര്യങ്ങൾ, മാനസികമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം ഒരു പുതിയൊരു എനർജി, പുതിയൊരു മാസത്തിലോട്ട് നമ്മൾ പോകാം. അപ്പൊ അതിൻ്റെതായ എല്ലാ കാര്യങ്ങളും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ചുറ്റുപാടും നമ്മളെ ആശ്രയിച്ചിരിക്കുന്നത്. നമ്മുടെ ഫാമിലി ഉണ്ട്, അവർക്ക് എല്ലാവർക്കും ഒരു എനർജി എന്നുള്ള രീതിയിൽ നമ്മൾ ഈ പറഞ്ഞ അടുത്ത മാസത്തിലോട്ട് നമ്മളൊരു എൻട്രി ചെയ്യുകയാണ്. അതായത് ഒരു വർഷത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അടുത്ത ഒരു മാസത്തിലോട്ട് പോകുന്ന ഒരു ഇതാണ് കർക്കിടക മാസം. അപ്പം എന്തുകൊണ്ടാണ് ഈ മാസത്തിൽ ഇങ്ങനെ ചികിത്സിക്കണം, ഇതൊക്കെ ആഘോഷിക്കുന്നത് എന്താണെന്നുള്ളത് ഉള്ള ആൾക്ക് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഇതിവിടെ ഇലകളൊക്കെ കറി വെക്കുന്നുണ്ടല്ലേ? അപ്പൊ ഇതൊക്കെ നമ്മളൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ്, അതൊന്ന് പറയുക. അപ്പൊ ഇത് ഇങ്ങനെ ഒരു മാസമുണ്ട്, ഇതിന് ഇത്ര പ്രാധാന്യമുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മളൊന്ന് ഓർക്കണം. അപ്പൊ നമ്മൾ ഈ മാസം നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ പറയാം. അപ്പം ഈ മാസം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലേ? നന്നായിട്ട് കഴിക്കാറുണ്ട്. എന്നാൽ ഈ മാസം കഴിക്കുന്ന ഭക്ഷണത്തിന് ഒരു പ്രത്യേകത എന്നാന്ന് ആർക്കും പറയാം? മരുന്നിനെ ഒഴിക്കണം. ഓക്കെ, അടുത്ത ആൾ ഇലക്കറികൾ കൊടുക്കണം. അവിടെ കുറയുന്ന അനക്കമില്ല. എന്തായാലും പറയാം. ഞാനിവിടെ നിങ്ങൾ ആൻസർ പറഞ്ഞില്ലല്ലേ? എനിക്ക് റാണി ഫ്രണ്ടിൽ നിന്ന് കളിക്കൊണ്ടിരിക്കുകയോ? ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരം ഒരു എളുപ്പമാകുന്ന ഒരു മാസമാണ്. ശരിക്കും നമ്മുടെ ശരീരത്തിൽ പറഞ്ഞ ദഹനശക്തി കുറയുന്ന ഒരു മാസമാണ്. എന്തൊക്കെ കഴിച്ചാലും, എത്ര കല്യാണം കൂടിയാലും, ബിരിയാണി കഴിച്ചാലും ഈ മാസം ജയിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. അത് നമ്മുടെ ഒരു എന്താ പറയുക, നമ്മുടെ ശരീരത്തിന്റെ ഒരു കടമയാണ്. നമ്മളെ പ്രകൃതിയായിട്ട് നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ദഹിക്കാൻ താമസിക്കും. അപ്പം അതുപോലെ നമുക്ക് ക്ഷീണവും കൂടും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ദഹിച്ചില്ലെങ്കിൽ നമുക്ക് ക്ഷീണം കൂടും. എന്ന് പറഞ്ഞാൽ ഈ മാസം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം അപ്പോൾ ഏറ്റവും ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ. അങ്ങനെയാണോ? 18 ദിവസമായി, കടം 18 ദിവസമായിരുന്നു കേട്ടോ. അതെ, അതാണ് ഇപ്പം നമ്മൾ ദഹനം ശരിയല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓരോരുത്തർക്കും
കൂടാൻ തുടങ്ങും. അപ്പം പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പറയാൻ ഇവിടെ ഉള്ളവർക്കെല്ലാം വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കുമോ? അവരാരും വിശ്വസിക്കുന്നില്ല. അവരെല്ലാം ഓക്കെയാണ്. വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒരു കാര്യമാണ്. വൈറ്റമിൻ ഡെഫിഷ്യൻസി നമുക്ക് പല ഡെഫിഷ്യൻസി ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന വൈറ്റമിൻ ഉണ്ടോ, വൈറ്റമിൻ ഡി ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്കൊരു 1000 രൂപ അടക്കി ഡി നോക്കി നമുക്കന്ന് ഉറക്കം വരുന്നത്. അല്ലെങ്കിൽ പ്രശ്നമാണ് ഡി കുറവാകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തോളം എല്ലിനെ ഗണം കൊണ്ടുവന്നതും എല്ല് മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള ദഹനത്തെ വരെ ഏറ്റവും എല്ലാ കാര്യങ്ങളും ബാധിക്കുന്ന ഒരു വൈറ്റമിനാണ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി വേണമെങ്കിൽ നമ്മൾ കൂടുതൽ ഇലക്കറികളാണ് കഴിക്കുന്നത്. കഴിക്കുന്നുണ്ടോ? ഒരു ദിവസം ഒരു ഇലക്കറി കഴിക്കണം ഉണ്ടോ? ഞാൻ ചോദിക്കുന്നതുകൊണ്ട് ഇഷ്ടപ്പെടാതിരിക്കുന്നുണ്ടോ? മത്തന്റെ ഇല വയറ്റം നല്ലതാണ്. അപ്പൊ നമ്മള് നമ്മൾ കഴിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ചുറ്റുപാട് കിട്ടുന്ന ഇലകളൊക്കെ ഇഷ്ടംപോലെ നമ്മൾ ഒരു ദിവസം ഒരിലയെങ്കിലും കഴിക്കണം, ഒരിലയെങ്കിലും തോര വെച്ച് കഴിക്കണം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് നമ്മുടെ വീട്ടിലുള്ള പിള്ളേർക്ക് കൊടുക്കണം. നടക്കുമോ? നമ്മളിതെല്ലാം കേൾക്കും, ഈ ക്ലാസ് എല്ലാം കേൾക്കും, എല്ലാം എഴുതിക്കൊണ്ട് പോകും, എല്ലാം പറയും, എല്ലാം ശരിയാവും. നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾക്ക് ഒരു ദിവസം ഒരിലക്കരയെങ്കിലും കൊടുക്കണം. കൊടുക്കുന്നുള്ളത് കഴിയും. ഇപ്പൊ സംബന്ധിച്ച് ഒരാളൊന്നും കുട്ടിയില്ല. അത് വേണ്ടാതെ എന്തുകൊണ്ടാ? നമ്മൾ കൊടുത്തു തുടങ്ങാത്തോണ്ടല്ലേ? നമ്മളും കഴിക്കുന്നില്ല, നമ്മള് കുട്ടികൾക്ക് കൊടുക്കുന്നുമില്ല. അവിടെ തൊട്ടാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ കുട്ടികൾ ഒരു ഫുഡ് കഴിക്കാതിരിക്കുന്ന കുഴപ്പമില്ല നമ്മുടെയാണ്. അച്ഛൻ്റെ അമ്മയുടെ എല്ലാവരും അമ്മയുടെയാണ്. അച്ഛനും പ്രോബ്ലം. ഞാനൊരു അച്ഛൻ, അതുകൊണ്ട് ഞാൻ പറയാം, അച്ഛനും പ്രോബ്ലം. അല്ലാതെ അമ്മ മാത്രമല്ല അവിടെ ഒരു കറി ഈ പറഞ്ഞ പോലെ ഇലക്കറി ഒരു ദിവസം ചിക്കനോ മുട്ട എന്ത് വേണം കഴിച്ചു, ഒരു ഭക്ഷണം അതിൻ്റെ കൂടെ ഒരു കറി ഇലക്കറി ആയിരിക്കും. അത് നമ്മൾ കൊച്ചു കുട്ടികളാണ് പോലും ഈ പറഞ്ഞ ഇല ഒന്ന് വേവിച്ചിട്ട് വായി ഇഞ്ചി നൂറിനകത്ത് നെയ്ക്കാത്ത ഒഴിച്ച് വായി വെച്ചിട്ട് അത് കഴിച്ചോളൂ. തുപ്പത്തില്ലല്ലോ. ചെറുപ്പത്തിലേ ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ നമ്മളത് ചെറുതായിട്ട് കൊടുത്തു തുടങ്ങുമ്പോൾ അവർക്ക് ആ ടേസ്റ്റ് പിടിക്കും ഇല്ലേ? അപ്പൊ നമ്മളത് കൊടുക്കാത്തതുകൊണ്ടാണ് നമ്മളത് മെനക്കെടാത്തതുകൊണ്ടാണ് ഞാൻ കുറ്റം പറയുന്നത്. അടുത്തൊരു ജനറേഷന്റെ ഒരു കാര്യം പറയാം. കാരണം അവരൊന്നും കഴിക്കുന്നില്ല. കഴിക്കാതെ വന്നു കഴിയുമ്പോഴാണ് ഈ ഒരു കുറച്ചൊരു കഴിയുമ്പോൾ അവർക്ക് എല്ലിന്റെ വേദന. കൊച്ചു കുട്ടികൾ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. ഒരു ദിവസം കളിച്ചാൽ അവന് പിറ്റേ ദിവസം കൈക്ക് വേദന, കാലിന് വേദന എത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള പിള്ളേർ ഒരു ദിവസം ആരും ഗസ്റ്റ് വന്നിട്ടുണ്ട്, എല്ലാ പിള്ളേരോടെ കളിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അവർക്ക് വേദന അല്ലേ? പണ്ടൊക്കെ എത്ര മരത്തെ കയറി, എത്ര തോട് ചാടി കിടന്ന് ഇല്ലേ? എനിക്കൊന്നും അത്രയും കിട്ടിയില്ല. അത്രയും കാര്യം പറയാം. ഇതിനകത്തിപ്പം പറഞ്ഞു തരാം. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ അത് ആദ്യം നമ്മളൊന്ന് ചെയ്യും. നമ്മൾ ഒരു ദിവസം ഒരു ഇലക്കറി എങ്കിലും കഴിക്കണം എന്നുള്ളതാണ്. അത് ആദ്യം ഒന്ന് കൊടുക്കണം. ഇതിനെ ഞാൻ പറഞ്ഞു വന്നതൊന്നുമില്ല. നമ്മൾ ദഹനശക്തി കൂട്ടാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ മാസം നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യണം. അപ്പൊ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളാണ് ഇതിനകത്ത് വേണ്ടത്. നമ്മൾ കഴിക്കാതെ എന്തൊക്കെ ഭക്ഷണം കഴിക്കണമെന്നുള്ളത് ആണ് അടുത്ത പ്രശ്നം. എല്ലാ ഭക്ഷണം കഴിക്കാമോ? അല്ല പറഞ്ഞു. നമ്മളിപ്പോ കഴിക്കുന്ന എല്ലാ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അല്ലാത്ത സമയത്ത് നോക്കിയാൽ നോക്കുന്നത് പോലും മുരിങ്ങയില എല്ലാ കർണാടകത്തിലും മുരിങ്ങയില കഴിക്കാവുന്ന ഒരാളെങ്കിലും ചോദിക്കും. മുരിങ്ങ കഴിക്കാൻ വേണം. ഈ സമയത്ത് മുരിങ്ങ ആരും കഴിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശാസ്ത്രീയമായിട്ട് ഒരു അടിസ്ഥാനമില്ലാത്ത സാധനമാണ് മുരിങ്ങ കഴിക്കരുതെന്ന് പറയാം. അതിനകത്ത് വരുന്ന കൺസെപ്റ്റ് ആണ് ശാസ്ത്രീയമായിട്ട് മുരിങ്ങയില കർക്കിടക മാസം കഴിക്കരുതെന്നുള്ള പറഞ്ഞത്. ചില മുരിങ്ങയ്ക്ക് കർക്കിടക മാസത്തിൽ ടൈപ്പ് ഉണ്ടാവും.
കഴിക്കുന്നത് എല്ലാ ചീരയിലും വൈറ്റമിൻ സി, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി എന്നുള്ള പ്രോട്ടീൻസും എല്ലാം ഉണ്ട്. എല്ലാവരും നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ചുറ്റുപാടും കിട്ടുന്ന സാധനങ്ങളാണ് ശരിക്കും ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ഇല്ലാത്തൊരു സാധനം കുറേ നാളെല്ലാം ലക്ഷ്മി തരൂരിന് കുറേ ക്യാൻസർ എന്നാണ് പറഞ്ഞു. അന്ന് വിദേശത്തുനിന്ന് വരെ ലക്ഷ്മി തരൂർ ഇമ്പോർട്ട് ചെയ്യുക. ഇപ്പം എല്ലാം പോയി എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസർ തീരെ അങ്ങനെ തീരൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ക്യാൻസർ ശരിയാ ഒരു നമ്മൾ കഴിക്കുന്ന എല്ലാത്തിനും അത് ഗുണമുണ്ട്. ഒരു ആന്റി ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയും, ഒരു പ്രതിരോധ ശക്തി ഉണ്ടാക്കാനുള്ള ഒരു ഗുണം എല്ലാ ചെടികൾക്കും ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ചീരന്റെ ഇലക്കറികൾ, അതായത് പച്ച നിറമുള്ള ഇലക്കറികൾ എന്നാണ്, പച്ച കളറുള്ള ഇലക്കറികൾ, അത് നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ സാധനങ്ങളും കഴിക്കും. ചൊറിയണം വരെ നമ്മൾ കഴിക്കുന്നുണ്ട്, അറിയാലോ. എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കണ്ട് നമ്മൾ നോക്കണം. ഈ ചില സാധനങ്ങളുണ്ട് കഴിക്കാൻ മേലാത്ത, അപ്പം അത് പടാ വീട് കാണിക്കുക. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് അറിയാവുന്ന സാധനങ്ങൾ കഴിക്കാൻ പോകണം. ഈ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞത് എല്ലാം എടുത്ത് കഴിക്കണം, നാളെ പോയി ഡോക്ടർ പറഞ്ഞാൽ എല്ലാം എടുത്ത് കഴിക്കണം പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മളെ ചുറ്റുപാട് കിട്ടുന്ന സാധനങ്ങൾ നമുക്ക് അറിയാവുന്ന സാധനങ്ങളായിരിക്കും കഴിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ഇതിനകത്ത് കർക്കിടക ചികിത്സയാണ് അടുത്തൊന്ന് പറഞ്ഞു പോകുന്നത്. എന്താണ് കർക്കിടക ചികിത്സ? കർക്കിടക മാസത്തിൽ എന്തിനാണ് ചികിത്സ ചെയ്യുന്നത്? ഇരുമ്പ് ചെയ്യണം. ഞാൻ പുറകോട്ട് വരാം, അത് മിണ്ടായിരിക്കും. പറ എന്തായാലും പറഞ്ഞു ഏതാ ഇരുമ്പ് ചികിത്സ? പിന്നെ ഏതാ പറ നിങ്ങൾക്ക് അറിയാൻ എന്തായാലും പറ. അപ്പൊ നമുക്ക് രസമുണ്ട് പറയാം. ഞാൻ തന്നെ അവിടെ പറഞ്ഞോണ്ടുള്ള രസമുണ്ടോ? അല്ല, നമുക്ക് ഇത്രയും നാൾ അറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ പറയാം. എനിക്കും അറിയാൻ പഠിക്കാൻ വേണ്ടി അതുകൊണ്ട് ആരും പറയുന്നില്ല. നമുക്ക് ഈ ദഹനശക്തി കൂടുന്നതിനോടൊപ്പം നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുക. നമുക്കിപ്പം നമുക്കറിയാം, കോവിഡ് വന്നു കഴിഞ്ഞ് എല്ലാം പോയി കിടക്കുമ്പോൾ നമുക്കറിയാം ഒരു ഇമ്മ്യൂണിറ്റി ഇല്ല. അടുത്ത വീട്ടിൽ പനി വന്നാൽ അപ്പം അല്ലെങ്കിൽ ഓടിക്കൂടെ നടന്നു വേണം, പിള്ളേരെ കാണാൻ വേണ്ടി. ക്ലാസ്സിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പനി വന്നാൽ പട്ടത്തെ പോലാണോ അടുത്ത ആൾക്ക് കേൾക്കുകയും ചെയ്യും. അപ്പൊ അതെന്തുകൊണ്ടാണ് അത് വന്നത് നമ്മൾ ആലോചിച്ചായിരുന്നു. ഇല്ലാന്നുള്ളതാണ് പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് പഴയ ആരോഗ്യം ഇല്ല. നമുക്ക് ഒരു കോവിഡ് വന്ന് അടിച്ചു പോയി നമുക്ക് പഴയ ആരോഗ്യം കിട്ടുന്നില്ല. അതിന്റെ പേര് നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാനുള്ള സാധനങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. അത് നമ്മൾ കോവിഡിനെ കുറിച്ച് പറയുമല്ലോ, നമ്മളതൊന്നും കഴിക്കുന്നില്ല. ഇപ്പം നല്ല കപ്പയും മീനും ബീഫും ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ കൂടുതൽ കഴിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള സാധനങ്ങളോടൊന്നും പോകുന്നില്ല. ഇപ്പോൾ അതൊക്കെ ആവശ്യമുണ്ട്. ഇപ്പം നമുക്ക് ഫാറ്റ് വേണം, ഫാറ്റിന്റെ ആവശ്യമുണ്ട്, കൊഴുപ്പിന്റെ ആവശ്യമുണ്ട്. ഇതൊക്കെ ഒരു പരിധി കൂടുതൽ നമ്മൾ ഓവറായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നമില്ല. പണ്ടൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു വീട്ടില് ആഴ്ചയിൽ ഒന്നൊക്കെ ആയിരുന്നു ബീഫും കോഴിയൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അല്ലേ? ആഴ്ചയിലല്ല, ഞങ്ങളുടെയൊക്കെ പ്രായം ആഴ്ചയിലൊന്നും വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അല്ല, അതിന് മുമ്പ് ചെറിയ മാസത്തിൽ ഒന്നൊക്കെ വാങ്ങിക്കുന്നുള്ളൂ. അപ്പൊ മറ്റു ദിവസം നമ്മൾ കഴിക്കുന്നില്ലേ? പക്ഷെ ഇപ്പൊ കഴിക്കാൻ പറ്റുന്നില്ല, കറിയില്ല അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ നമുക്ക് മറ്റുള്ള കറികളിലോട്ട് പോകാൻ തോന്നില്ല. നേരാണോ എളുപ്പം നോക്കുന്ന? അതായത് നമുക്ക് ഇപ്പം തന്നെ നമ്മൾ ആ കഴിക്കാതെ വരുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ ദിവസത്തിന്
ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ശരിക്കും എന്ത് എണ്ണ വെക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? നമ്മള് ഇപ്പൊ അധികം ഇപ്പൊ കായികാധ്വാനങ്ങളൊന്നും ആരും ഇപ്പൊ അങ്ങനെ ചെയ്യുന്നില്ല. ഉണ്ടോ? ചെയ്യുന്നുണ്ട്. ഉണ്ടെങ്കിൽ നല്ലത്. നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു ആഴ്ചയിൽ 1-2 പ്രാവശ്യം എണ്ണ വെച്ച് കുളിക്കേണ്ട ആവശ്യമുള്ളൂ. 1-2 ദിവസം അത്രയും പറയുന്നത്. എല്ലാ ദിവസവും എണ്ണ വെക്കണമെന്ന് പറഞ്ഞാൽ ആയുർവേദക്കാരെ എണ്ണ വെക്കാൻ പറയും. മരുന്ന് ചെലവാണെന്ന് വേണേൽ പറയാം. അല്ല, എണ്ണ വെച്ചാൽ എന്നാ കുഴപ്പമെന്ന് അറിയാം. എണ്ണ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തലയിൽ എണ്ണ വെക്കുമോ? സബ്ജക്റ്റ് മാറിപ്പോകും. നമ്മൾ തലയിൽ എണ്ണ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ എണ്ണ തലയിലിരിക്കും. നമ്മൾ വെയിലത്ത് പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം നമുക്ക് പനി ഉണ്ടാവും. മനസ്സിലായോ? അപ്പം നിങ്ങൾ ചിലപ്പോൾ വെളിച്ചെണ്ണ ആയിരിക്കും വെക്കുന്നത്. ആ വെളിച്ചെണ്ണ എങ്ങനെ വരുന്നതാണെന്ന് നമുക്കറിയത്തില്ല. നല്ല ആട്ടിയ വെളിച്ചെണ്ണയാണെന്ന് നമുക്കറിയത്തില്ല. ഈ ഏതെങ്കിലും എണ്ണ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും ഇപ്പോഴും എണ്ണ വെക്കുന്നത്. എണ്ണ വെക്കുന്നതിന് ശേഷം മുടി വളരാനാണ് എണ്ണ വെക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മുടി വളരാനുള്ള എണ്ണ വെക്കുമ്പോൾ ആ എണ്ണ എനിക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അറിയോ? ആരോ പറഞ്ഞു, അല്ലെങ്കിൽ പണ്ട് തൊട്ടേ വെക്കുന്നു, അല്ല വർഷങ്ങളായിട്ട് വെക്കുന്നു, ഞങ്ങൾ ഉണ്ടാക്കുന്ന എണ്ണ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള എണ്ണ വെക്കുമ്പോൾ നമുക്കത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ആദ്യം നമ്മളൊന്ന് ഒരു ഡോക്ടറെ കണ്ട് ചോദിച്ചെങ്കിലേ അത് നമുക്ക് അറിയത്തുള്ളൂ. പിന്നെ മുടി വളർത്തുന്ന കാര്യം ഞാനിവിടെ പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്നില്ല, ക്ലാസ്സിൽ വേറെ ലെവലിൽ പോകും. അതുകൊണ്ട് വീണ്ടും കർക്കിടക മാസത്തിലേക്ക് വരികയാണ്. അപ്പം ഈ സമയത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ അതിരാവിലെ എഴുന്നേക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ എഴുന്നേക്കണം. രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ രാവിലെ തന്നെ നമുക്ക് ഒരു അല്പം എണ്ണ, നമ്മുടെ എണ്ണ എടുത്ത് നമ്മൾ നിറയെ വെക്കണമെന്നാണ്. നമ്മളെ നല്ല തല ഫുള്ള് പെരട്ടി ഓളം മുടിയെല്ലാം പോയിക്കൊണ്ടിരിക്കുക. എന്നും വാരി പൊട്ടി എണ്ണ വെക്കും. പക്ഷെ ഒരു രക്ഷയില്ല, അതിനൊരു രക്ഷയില്ല. മുടി വളർന്നുകൊണ്ടിരിക്കുക എന്നുള്ള ഇതാണ് ഏറ്റവും വലിയ ഒരു സംഭവം. അപ്പൊ നമ്മൾ നിറയെ ശകല എണ്ണ വെച്ചിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് നിന്നിട്ട് ദേഹത്ത് എണ്ണ വെക്കണമെന്നാണ് പറയുന്നത്. നമ്മുടെ പിള്ളേരെ ആയാലും അത് കൈ വെക്കാൻ പോകും. നിങ്ങളുടെ പിള്ളേരെ ആയാലും എണ്ണ തേച്ച് കുളിപ്പിച്ചിട്ടുണ്ടോ? ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫുൾ ബോഡി എണ്ണ വെച്ച് കുളിപ്പിക്കണമെന്നാണ്. എണ്ണ തേച്ച് ഞാൻ ഒരു ക്ലാസ് പോയിട്ട് ആരും കൈ കൊടുക്കില്ല. ചെയ്യാറുള്ളവർക്ക് ഭാഗ്യമുണ്ട്. അല്ല, കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എണ്ണ വെച്ച് കുളിപ്പിക്കണമെന്നാണ്. അത് ഈ കർക്കിടക മാസം വരുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ കുളിപ്പിക്കാം. അപ്പം സമയമുണ്ടെങ്കിൽ നമുക്ക് ആഴ്ച വെച്ച് എണ്ണ തേച്ച് എല്ലാ അംഗങ്ങളെയും നമ്മളൊന്ന് എണ്ണ തേച്ച്, ഒരാൾ അമ്മയോ അച്ഛനോ ആരെങ്കിലും ഒന്ന് തേച്ച്, കുട്ടികളാരും എന്താ പറയുന്നത്, ഒന്ന് തേച്ച് കുളിപ്പിക്കുന്നു പറഞ്ഞാൽ അവർക്ക് എന്താ പറയുക, അവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉന്മേഷം കിട്ടുക. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ തലയിൽ ഒരാൾ ഇങ്ങനെ ഒന്ന് ചുമ്മാ കൈകൊണ്ടാണെങ്കിലും ഒന്ന് മസാജ് ചെയ്തതെന്ന് നമുക്ക് ഉറങ്ങാൻ തോന്നില്ല, അല്ലെ? ആരും ചെയ്തു തരാനില്ല. എങ്കിൽ തന്നെ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അതൊരു കൈ അടയ്ക്കുന്ന അത്രയും നേരം ചെയ്തില്ല. അത് അങ്ങനെ ചെയ്തു തരുമ്പോൾ പോലും നമുക്കൊരു നല്ല സുഖമാണ് തലയിൽ. അപ്പൊ നമ്മൾ ഈ കുട്ടികൾ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്, അവർക്ക് പല പല ആക്ടിവിറ്റീസ് ഉണ്ട്, കളിക്കുന്ന കുട്ടികളാണ്. അവർക്ക് പഠിക്കാനുള്ളതിന് ബുദ്ധി വർദ്ധിക്കാൻ, ഇതൊക്കെ നമുക്ക് മുടി വളരാൻ ഏറ്റവും വലിയ ഇതാണ്. മുടി വളരാൻ നമ്മൾ ഹെഡ് മസാജാണ് പറയുന്നത്, വേറെ ഒന്നും പറയുന്നില്ല. അല്പം എണ്ണ നമ്മുടെ കൈയുടെ അറ്റത്ത് എടുത്തിട്ട് എന്നും ഡെയിലി 20 മിനിറ്റ് മുടി മസാജ് ചെയ്താലും തല മുടി കിട്ടുന്നു, നല്ലതായിട്ട് മുടി വർദ്ധിക്കുന്നു. കാര്യം ചെയ്യാറില്ല, ഞാനിവിടെ ചെയ്യാറില്ല. ഈ ഒരു മെസ്സേജ് എണ്ണ പരത്താൻ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞു വന്നത്. എണ്ണ പരത്താൻ പറയുന്നതും അതുകൊണ്ടാണ്. തലയിൽ അഭ്യംഗം ചെയ്യണമെന്നാണ് പറഞ്ഞത്. അഭ്യംഗം എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്, മസാജ് ചെയ്യുന്നത്. തലയിൽ അഭ്യംഗം ചെയ്യാൻ വേണ്ടിയാണ് എണ്ണ. എണ്ണ ചുമ്മാ വെച്ചാൽ അതിനൊരു ഡ്യൂപ്ലിക്കേഷൻ കിട്ടത്തില്ല, എന്ന് വെച്ചാൽ ഒരു ഇത് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ കുറച്ച് എണ്ണ വെച്ച് നമ്മുടെ തലയിൽ ഡെയിലി മസാജ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അത് കർക്കിടക മാസത്തിൽ വരുമ്പോൾ എല്ലാ ദിവസവും നമുക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. നാളെ തൊട്ട് ചെയ്യോ? ഇതെല്ലാം കുട്ടികളെ പറഞ്ഞു എന്തുകൊണ്ട് ഇപ്പൊ 14-15 വയസ്സുള്ള കുട്ടികൾക്ക് വരെ നര ഉണ്ടാകുന്നു. അപ്പൊ പണ്ടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല നേരത്തെ. അപ്പൊ നമ്മൾ ചെയ്യുന്ന മസാജ്, നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഞരമ്പുകളുള്ള ഭാഗമാണ് തലയുടെ ഇത്രയും ഭാഗം. അവിടെ
ചെയ്യാൻ പറയുന്നത്. ഇതിനെല്ലാത്തിനും കൂടി നമുക്ക് ഈ പറഞ്ഞ അകാല നിലയെ വരെ തടയുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പൊ നമ്മള് ഈ പറഞ്ഞ നമ്മളിപ്പോ 40-50 വയസ്സിൽ പോയി ചെയ്തിട്ട് ഒരു പരിധി വരെ വല്ല ചെറിയ രക്ഷ കിട്ടുമായിരുന്നു എനിക്ക് തോന്നുന്നു അല്ലേ? അപ്പൊ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് ഒരെണ്ണം പോലെ എടുത്ത് പറയേണ്ട കാര്യമില്ല. നമ്മൾ വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ, ഇപ്പോഴത്തെ ഉള്ള വെളിച്ചെണ്ണ പാക്കറ്റ് വെളിച്ചെണ്ണ, നല്ല വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ ആണെങ്കിൽ പോലും അതിൽ മുടി വളർച്ച ഉണ്ടാകും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ നമുക്കറിയാം, ഇത്രയും നാൾ നമ്മൾ പലരും പല എണ്ണ വെച്ചിട്ടും മുടി കൊഴിച്ചിൽ ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ് ഞാൻ എന്നും കേൾക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ ഈ പറഞ്ഞ പോലെ എണ്ണ തേച്ചൊരു മുടി എപ്പോഴും നമുക്ക് അത്യാവശ്യമാണ്. അത് ഈ സമയത്ത് കർക്കിടക മാസത്തിൽ ഏറ്റവും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ്. ഇപ്പം നമുക്ക് പറയാൻ പല പ്രഷറുണ്ട്, BP ഉണ്ട്, ഷുഗർ ഉണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, ഇനി സന്ധികൾക്ക് വേദനയുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ആയുർവേദ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി തൈലം നിങ്ങൾ ഡോക്ടറെ കണ്ട് പറഞ്ഞ് മേടിക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും തൈലോ പൊട്ടനിക്കായ തൈലോ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒന്നും വരട്ടി ഒരു ദിവസം ചെയ്യാനാണ്. അപ്പോൾ കർക്കിടക മാസം വരുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ദിവസവും നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യുക, നിർബന്ധിക്കുകയല്ല. എങ്കിൽ പോലും 3-4 ദിവസം കൂടുമ്പോൾ ഈ എണ്ണ തെച്ച് കുളിക്കുന്നത് ചെയ്യണമെന്നുള്ളത് തന്നെയാണ് കർക്കിടക മാസത്തിൽ പറയുന്നത്. കാരണം നമ്മൾ വേദന കുറയ്ക്കും, നീര് കുറയ്ക്കും, നമ്മുടെ ശരീരത്തിൽ ഉള്ള കൊഴുപ്പുകളൊക്കെ പയ്യെ നീക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ എണ്ണ ഉപയോഗിക്കുന്നത്. അപ്പം തന്നെ വാങ്ങിച്ച് കേൾക്കണമെന്ന് ഞാൻ പറയുന്നത് പേര് പറഞ്ഞുകൊണ്ടാവും. അതിൻ്റെ ഡോക്ടർമാരെ കണ്ടിട്ട് വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. കാരണം ഇപ്പോൾ ഉള്ള എല്ലാവർക്കും പല പല അസുഖങ്ങളുണ്ട്, ചില എണ്ണ പിടിക്കാത്തതുണ്ട്. അപ്പോൾ ഡോക്ടറിനെ കണ്ട് നമ്മൾ അതിനെ കണ്ട് നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് അനുസരിച്ച് ഒരു എണ്ണയായിരിക്കും. ഈ ചേച്ചിക്ക് പറഞ്ഞ എണ്ണയായിരിക്കും അതേ കമ്പനി തന്നെ അടുത്ത ആൾ വന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ അവസ്ഥ നോക്കിയിട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മളല്ലോ ഭക്ഷണ കാര്യമാണ്. നമ്മൾ രാവിലത്തെ ആഹാരം എപ്പോഴാണ് കഴിക്കുന്നത് എല്ലാവരും? സമയമില്ലാത്ത ആരാണ്? കൃത്യസമയമില്ല. അങ്ങനെ കൃത്യസമയം ഇല്ലാത്ത ആരൊക്കെ കൈ പിടിക്കും? നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താ? സമയം ഉണ്ടോ ഇല്ലയോ? ഭക്ഷണത്തിന് അങ്ങനെ സമയം ഉണ്ടോ ഇല്ലയോ? പിന്നെ എന്തിനാ ഇങ്ങനെ കഴിക്കുന്നത്? നമുക്കറിയാം നമ്മൾ ചെയ്യുന്നില്ല, തിരക്കാണ്. ബാക്കി എല്ലാവരും കഴിച്ചിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളെല്ലാം ഒതുക്കി വീട്ടിലുള്ള ജോലിക്ക് പോകുന്നവർ പോയി ബാക്കി ഉണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ നമ്മൾ അന്നത്തെ കാര്യം കട്ടൻ കാപ്പിയോ കട്ടൻ ചായയിലൊക്കെ നിർത്തും അല്ലേ? വളരെ ഭയങ്കര ചിരിയാ ഞാൻ പറഞ്ഞത്. അതെ, ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, രാത്രിയിൽ എത്ര ഭക്ഷണം കഴിക്കും? അത് വന്നിട്ട് വേണം രാവിലെ രാത്രി 8 മണി. ഓക്കെ, വെരി ഗുഡ്. അടുത്തത് 12, 10 മണി. ഓക്കെ. പിന്നെ 8-9 മണി. നമ്മള് രാവിലത്തെ ഭക്ഷണം പറയുന്നതിന് മുമ്പ് രാത്രിത്തെ ഭക്ഷണം പറഞ്ഞിട്ട് പറയുന്നതാണ് നല്ലത്. നമ്മള് രാത്രിയിലെ ഭക്ഷണം 8 മണിക്ക് അപ്പുറം പോകരുതെന്നാണ് പറയുന്നത്. 8-9 മാക്സിമം. ജോലിയുടെ ഒക്കെ ഉണ്ട് 8-9 മണിക്ക് അപ്പുറം പോകരുത്. എന്താണ് അങ്ങനെ പറയുന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ദഹനം നടക്കാൻ. അപ്പൊ ഉച്ചയ്ക്ക് പോയിട്ടും ദഹനം നടക്കുന്നില്ലേ? ഏതാ ഉറങ്ങുന്നല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മള് രാത്രി കഴിക്കുന്ന ഭക്ഷണം ഈ പറയുന്ന സമയത്ത് കഴിച്ചില്ല എങ്കിൽ നമുക്ക് രാവിലെ വിശക്കത്തില്ല. ഒന്നാമത് കഴിക്കും, ഇത് പൂർണ്ണമായിട്ടും ദഹിക്കത്തില്ല. അപ്പൊ
നമ്മുടെ വീട്ടിൽ എല്ലാവരും കേട്ടോ, നമ്മുടെ വീട്ടിൽ ഇന്നൊരു 5 പേര് വിരുന്നക്കാർ വരിക. അപ്പം ചേട്ടൻ പറഞ്ഞ് കുറച്ച് അരി കിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ 5 പേർക്കുള്ള അരി കിട്ടും. അത് കഴിയുമ്പോൾ പുള്ളി വിളിച്ച് പറയാം ഒരു 4 പേരോട് വരുന്നുണ്ടെന്ന് പറയാം. അപ്പൊ ഈ അരിയും പകുതി വേഗമായി. അപ്പൊ നമ്മൾ ആരെയും ആ അരിയുടെ അതിനകത്തോട് ബാക്കി അരി കൂടി ഇട്ടുമോ? ഇടത്തില്ല. അത് നമുക്ക് ആർക്കെന്താ പറയാം, ഇട്ടാ പണി കിട്ടും അല്ലേ? അപ്പൊ നമ്മൾ രാവിലെ എന്തുകൊണ്ടായി പരിപാടി ചെയ്യുന്നത്? നമ്മൾ വൈകിട്ട് ഈ പറഞ്ഞ പോലെ ലേറ്റ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം രാവിലത്തെ ദഹിക്കുമോ? ദഹിക്കത്തില്ല. ആ ഭക്ഷണം ദഹിക്കാതെ നമ്മുടെ വയറിനകത്ത് കിടക്കും. കൊഴുപ്പൊന്നും ആകത്തില്ല, കുഴപ്പമാകും. ആ ഭക്ഷണം ദഹിക്കത്തില്ല. ഒരു ഭക്ഷണം ദഹിക്കാതെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്നാ ഈ രാവിലെ ചിലപ്പോൾ ഒരു കടും ചായ അതിൽ കുടിച്ചാൽ പിന്നെ വിശക്കത്തില്ല. പിന്നെ എന്നാ ഈ നമ്മൾ 11 മണിക്കാണ് കഴിക്കുന്നത്. എനിക്കറിയാം ഇവിടെ പെരുകാലുള്ള എല്ലാവരും ഏകദേശം 11 മണിക്കാണ്. റബ്ബർ വെട്ടൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് അവിടെ വരുന്ന എല്ലാവരും 11 മണി ആ സമയത്താണ് കഴിക്കുന്നത്. പലരോട് പറയാറുണ്ട്, എന്നെ കൊണ്ട് ആദ്യ രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. 11 മണിക്ക് കഴിക്കുന്ന ഒരാൾക്ക് ഉച്ചയ്ക്ക് അപ്പം എപ്പോൾ കഴിക്കും? 3 മണി. വൈകിട്ടോ 3 മണി കഴിച്ചിട്ടുണ്ടെങ്കിൽ വൈകിട്ട് 8 മണിക്ക് കഴിക്കുന്നത്. അപ്പം നമ്മളെന്തോ ചെയ്യുന്ന ഡെയിലി ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഈ കിടന്ന് ഓടുന്നത്. എന്നിട്ട് അത് സമയത്ത് കഴിക്കുന്നുണ്ടോ? ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, ഉണ്ടാക്കി വെച്ചിട്ട് കഴിക്കുന്നില്ല. അപ്പൊ മനസ്സിലായ നമ്മുടെ മൊത്തം ഒരു ദിവസത്തെ മൊത്തം കാര്യം തകരാറി കിടക്കുക. എന്നിട്ട് അവിടെ വേദന ഇവിടെ വേദനയാണെന്ന് പറഞ്ഞ് ഡോക്ടറെ കാണാൻ പോകും ഇല്ലേ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരാളെ ഭക്ഷണം, അതായത് ഇൻപുട്ടും ഔട്ട്പുട്ടും എന്ന് പറയും. ഉള്ളിലോട്ട് പോകുന്ന ഭക്ഷണവും പുറത്തോട്ട് പോകുന്നതും കറക്റ്റ് അല്ലെങ്കിൽ അവന് പല പ്രശ്നങ്ങളും അവരുടെ ശരീരത്തിൽ കാണും. അപ്പോൾ ഇവിടെ നമ്മളൊരു പ്രശ്നം നമ്മൾ നോക്കുമ്പോൾ ആദ്യം കാണുന്നതന്നെ നമ്മൾ ഈ പറഞ്ഞ രാവിലത്തെ ഭക്ഷണം നമ്മൾ സമയത്ത് കഴിക്കുന്നില്ല. രാവിലത്തെ ഒരു സമയം എന്നുള്ളത് ഒരു 9 മണി വെക്കുക. 9 മണിക്കുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം. രാവിലത്തെ എന്താണേലും അതുപോലെ കട്ടക്കാപ്പിയും റസ്സും ഒന്നും കഴിക്കരുത്. നല്ലതായിട്ട് കഴിക്കും രാവിലെ ഭക്ഷണം. കേട്ടല്ലോ? ഇപ്പൊ പറഞ്ഞോ? കഴിഞ്ഞ ഇത് 2-ാം മുളക് 1 ആക്കണം നാളെ. ഞാൻ പറഞ്ഞതിന്റെ ഒരു പ്രയോജനമുണ്ട്. കുടിക്കാതെ തന്നെ ഓർത്താൽ മതി. നമ്മൾ കുടിക്കുന്നില്ല. നമ്മൾ രാവിലത്തെ ഈ ഭക്ഷണം ഏറ്റവും നന്നായിട്ട് കഴിക്കും. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? നമ്മൾ കഴിക്കത്തില്ല. ഭക്ഷണം കഴിക്കാതെ പിള്ളേരെ സുഖം. അതാണ് ഏറ്റവും വലിയ വിഷമം ഉണ്ടാക്കുന്നത്. നമ്മളെ പോട്ടെ, നമ്മളിപ്പോ ഇത്ര പൈസ പറയാം. നമ്മള് രാവിലെ സമയമില്ല എന്ന് പറഞ്ഞ് എന്നാലും കുട്ടികൾ കഴിക്കുന്നില്ല. അപ്പൊ രാവിലെ എന്തേലും ഒന്ന് വായിലൊന്ന് കൊടുത്ത് ഒന്ന് പറഞ്ഞു വിടുക. ചിലപ്പം പാല് കുടിക്കാറില്ല, അല്ലെങ്കിൽ രാവിലത്തെ ഭക്ഷണം കഴിക്കാറില്ല. ഒരു വാവളിന് മതി എന്ന് പറയും. മതി എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? നമ്മൾ രാത്രി 10 മണിക്ക് കഴിച്ചിട്ടുള്ളൂ. പിള്ളേരെ കുറ്റം പറയാൻ പറ്റില്ല. ചിലപ്പോൾ 10 മണിക്കായിരിക്കും ഇപ്പോഴത്തെ കുട്ടികൾ അൽഫാം ഇതൊക്കെ വൈകിട്ടായിരിക്കും നമ്മളെല്ലാവരും കഴിക്കുന്നത്. അതായത് അത് പറഞ്ഞു തരാം, രാത്രി ഇപ്പൊ നല്ല ഹെവി ആയിട്ട് ഏറ്റവും കട്ടിയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദഹനത്തിന് അത്രയും സമയമെടുക്കും. അപ്പൊ രാവിലെ നമുക്ക് വിശക്കത്തില്ല. അപ്പൊ നമ്മൾ പിള്ളേർക്ക് പോലും കുട്ടികൾ പോലും രാവിലത്തെ ഈ ഭക്ഷണം കഴിക്കാതെയാണ് സ്കൂളിൽ